എല്ലാ പുരുഷന്മാരാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. ഏത് ഈ മെൻസസിന്റെ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതകാലം മുഴുവനും എന്ത് അസുഖമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും അവർ ചെയ്യണം. എന്ത്? നിസ്കാരം, ഖുർആൻ ഓത്ത്, സുജൂദ്, തൊവാഫ് തൊവാഫിന്റെ സമയത്തുള്ള തൊവാഫ്, ഇതെല്ലാം അവർ ചെയ്യേണ്ടതുമാണ്. ഇനി ഈ ഒരു സമയത്ത് എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പലരും ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ, ഉസ്താദെ ഈ ഒരു പീരീഡിന്റെ സമയത്ത് നമ്മുടെ വൈകിട്ടുള്ള മജ്ലിസ് ഉണ്ടല്ലോ, നമ്മുടെ ദിക്റിന്റെ മജ്ലിസ്, അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്കും ആ ദിക്റുകളൊക്കെ ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഓതാം. അത് അതിൽ പറയുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ നിങ്ങൾക്കും പറയാവുന്നതാണ്. പിന്നെ നമ്മൾ അതിൽ ചില ദുആകൾ പറയാറുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ചില ദുആകൾ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അതുപോലെ തന്നെ റബ്ബിർഹം